ഓൺലൈൻ ക്ലാസ്സുകളുടെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെ കൂടുതൽ ഫലപ്രദമായി വെബിനാറുകളിലും ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ടാബുല റാസയുടെ വീഡിയോ. എങ്ങനെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാം. Hello everyone, this is Anu Cleetus, educator and career counselor, and you are watching Tabula Rasa. ടാബുല റാസ എന്ന് പറയുന്ന ഈ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഗൂഗിൾ മീറ്റ് ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. സാധാരണ നമ്മുടെ ക്ലാസ്സിലും മീറ്റിങ്ങുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളും പാർട്ടിസിപ്പൻസും ഉണ്ടാകുന്നത് പോലെ ഗൂഗിൾ മീറ്റിലും ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോസ്റ്റും പാർട്ടിസിപ്പൻസും ഉണ്ട്. മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഒരു മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് പോലെയായിരിക്കും മീറ്റിംഗ് ലിങ്ക് അപ്പിയർ ചെയ്യുന്നത്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് ലിങ്ക്. ഈ ഒരു ലിങ്ക് ആയിരിക്കും പാർട്ടിസിപ്പൻസിന് അയച്ചു കിട്ടുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗൂഗിൾ മീറ്റിലേക്ക് പോകാവുന്നതാണ്. ഗൂഗിൾ മീറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന 3 ഓപ്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്ന ആൽഫബറ്റ്സ് ശ്രദ്ധിക്കുക. ഇതാണ് ഗൂഗിൾ മീറ്റിൻ്റെ മീറ്റിംഗ് കോഡ്. ഈ മീറ്റിംഗ് കോഡ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്പ് മുഖാന്തരം എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ്. സാധാരണ രീതിയിൽ ലിങ്കിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഓപ്പണായി കിട്ടും. അവിടെ ആസ്ക് ടു ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഈ ആസ്കിങ് ടു ജോയിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു മീറ്റിങ്ങിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഹോസ്റ്റ് നമ്മളെ ലെറ്റ് ഇൻ ചെയ്യണം. ആ ലെറ്റ് ഇൻ ഓപ്ഷന് വേണ്ടിയിട്ടാണ് ആസ്കിങ് ടു ജോയിൻ എന്ന് കൊടുക്കുന്നത്. ഹോസ്റ്റ് നമ്മളെ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മീറ്റിങ്ങിലേക്ക് ആയിക്കോളും. മീറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട 2 ഐക്കണുകൾ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഒന്ന് സൗണ്ട് ഐക്കൺ, രണ്ടാമത്തത് വീഡിയോ ഐക്കൺ. സൗണ്ടും വീഡിയോയും നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതെല്ലാം ഓൺ ചെയ്ത് മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയാകും. സൗണ്ട് മ്യൂട്ട് ചെയ്ത് വയ്ക്കാം, വീഡിയോ ഇൻവിസിബിൾ ആക്കി വയ്ക്കാം. ഇനി അടുത്ത ഒരു രീതി മൊബൈലിൽ ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ ഗൂഗിൾ മീറ്റ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആൻഡ്രോയിഡ് ഫോണുകളടക്കം എല്ലാ ഫോണുകളിലും സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ലേസർ പോയിൻറ്റിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഗൂഗിൾ മീറ്റിൻ്റെ ഐക്കൺ. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള ഒരു സ്ക്രീൻ വിസിബിൾ ആകും. നേരത്തെ ഈ ഒരു സ്ക്രീൻ നമ്മൾ കണ്ടതാണ്. ലിങ്കിൽ ടച്ച് ചെയ്ത് നേരെ പോകുന്നത് ഇതുപോലത്തെ സ്ക്രീനിലേക്കാണ്. അവിടെ കാണിച്ചതുപോലെ തന്നെ ഇവിടെയും സൗണ്ട് നമുക്ക് മ്യൂട്ട് ചെയ്ത് വയ്ക്കാം, വീഡിയോ ഇൻവിസിബിൾ ആക്കി വയ്ക്കാം. ഈ 2 ഓപ്ഷനുകളും മീറ്റിങ്ങിൽ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അനാവശ്യമായ സൗണ്ടുകൾ കേൾക്കാതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്ന പോർഷനും മീറ്റിംഗ് കോഡ് എന്ന് പറയുന്ന പോർഷനും ശ്രദ്ധിക്കുക. ന്യൂ മീറ്റിംഗ് പുതിയൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാനും മീറ്റിംഗ് കോഡിൻ്റെ അവിടെ എൻട്രി ചെയ്യുന്ന മീറ്റിംഗ് കോഡ് നേരത്തെ കാണിച്ചതാണ്. ലിങ്കിൻ്റെ അവസാനത്തെ ആൽഫബറ്റ്സ് ആണ് മീറ്റിംഗ് കോഡായി ഉപയോഗിക്കുന്നത്. മീറ്റിംഗ് കോഡ് എന്ന് പറയുന്ന പാർട്ടിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു സ്ക്രീൻ വിസിബിളായി വരും. മീറ്റിംഗ് കോഡ് എൻട്രി ചെയ്ത് കൊടുക്കുക. ജോയിൻ മീറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ ബട്ടൺ ഈ ഒരു സമയത്ത് മാത്രം ഡിസ്പ്ലേ ആയി വരും. ജോയിൻ മീറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയി അടുത്ത സ്ക്രീനിലേക്ക് പോകും. അടുത്ത സ്ക്രീൻ നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെ തന്നെയുള്ള സ്ക്രീനാണ്. വേറൊരു ഓപ്ഷനിലൂടെ നമ്മൾ ഈ സ്ക്രീനിൽ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആസ്ക് ടു ജോയിൻ കൊടുക്കാം, സൗണ്ട് മ്യൂട്ട് ചെയ്യാം, അതുപോലെ വീഡിയോ ഇൻവിസിബിൾ ആക്കി വയ്ക്കാം. ഇതിലുള്ള ആസ്ക് ടു ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലെറ്റ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഹോസ്റ്റ് നമ്മളെ എൻട്രി അനുവദിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്ക്രീനിലെത്തും. ഇവിടെ ഇപ്പോൾ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഒരാൾ മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പാർട്ടിസിപ്പൻസിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്നുള്ള ഡിസ്പ്ലേ വരും. പിന്നെ ഉള്ളത് ഒരു മെസ്സേജ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മെസ്സേജ് ബോക്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ പാർട്ടിസിപ്പൻസിനോട് പരസ്പരം മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മീറ്റിങ്ങിലായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റായി മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനുണ്ട്. ചാറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏരിയ ഡിസ്പ്ലേ ആയി വരും.
ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് തെളിഞ്ഞു വരും. സ്വിച്ച് ക്യാമറ, ടേൺ ഓഫ് ക്യാപ്ഷൻസ്, പ്രസൻറ്റ് സ്ക്രീൻ, റിപ്പോർട്ട് എ പ്രോബ്ലം, റിപ്പോർട്ട് അബ്യൂസ്, ഹെൽപ്പ്, ക്യാൻസൽ. ഇത്രയും ഓപ്ഷൻസ് ആണ് തെളിഞ്ഞു വരുന്നത്. ഇതിലൊരു പാർട്ടിസിപ്പൻസിന് പ്രത്യേകം യൂസ് വരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പ്രസൻറ്റ് സ്ക്രീൻ. പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും സ്ലൈഡ് ഷെയർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്രസൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റിന് തന്നെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യാൻ ഈ പ്രസൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ്. സാധാരണ ഗൂഗിൾ ക്രോമിലൂടെ എൻ്റർ ചെയ്യുക. ഗൂഗിളിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു പേജ് ഓപ്പണായി വരും. എല്ലാവർക്കും അത് വളരെ ഫെമിലിയർ ആണ്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ ലേസർ പോയിൻ്റ് അടുത്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ പേജ് മാറി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സെറ്റിങ്ങിലേക്ക് വരും. ഇത്രയും ആപ്പുകൾ ഓപ്പണായി വരും. അവിടെ ഗൂഗിൾ മീറ്റിൻ്റെ ഐക്കൺ കാണാം. ഗൂഗിൾ മീറ്റിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ ഗൂഗിൾ മീറ്റിൻ്റെ പേജ് ഡിസ്പ്ലേയിൽ വരും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റിംഗ് ID എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ന്യൂ മീറ്റിംഗ് വേണം എന്നുണ്ടെങ്കിൽ, പുതിയൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതും, അല്ലെങ്കിൽ മീറ്റിംഗ് ID ഉപയോഗിച്ച് മീറ്റിംഗ് കോഡ് ഉപയോഗിച്ച് ഈ ഒരു പോർഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ഗൂഗിൾ മീറ്റിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. ഗൂഗിൾ മീറ്റിൻ്റെ പ്രത്യേകത, നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ആ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് വഴിയായിട്ടാണെങ്കിലും നേരെ ജോയിൻ ചെയ്യാമെന്നുള്ളതും, അതുപോലെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്നുള്ളതും, അതോടൊപ്പം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു സെർവർ വഴിയായി ഓപ്പൺ പേജ് ഓപ്ഷൻ വഴിയായി നമുക്കിതുപോലെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കാവുന്നതുമാണ്. 100 ആണ് യൂഷ്വലി മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ടാബുല റാസ എന്ന് പറയുന്ന ഈ ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്കായി നിർമ്മിക്കുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡായ, കരിയർ റിലേറ്റഡായ വീഡിയോസാണ്. എഡ്യൂക്കേഷൻ, കരിയർ റിലേറ്റഡായ ആസ്പെക്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് സജഷൻസായി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അതിനോട് ചേർന്ന വീഡിയോസ് ടാബുല റാസ സീരീസ് നിർമ്മിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഈ ചാനലിൻ്റെ ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ ചാനൽ നിർമ്മിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭ്യമാകും. ആൻഡ് ഹാപ്പി വാച്ചിങ്.